പാകിസ്ഥാൻ ഇന്ത്യക്ക് ഒരു സമ്മാനം തന്നല്ലോ. അതെ അതെ, വലിയ സമ്മാനമാണ്. സമ്മാനം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ മുടിക്കാൻ പറ്റുന്ന ഒരു സമ്മാനം. ആലോചിച്ച് നോക്കൂ, പാകിസ്ഥാനെ നശിപ്പിക്കാൻ പറ്റുന്ന ഗംഭീരമായ ഒരു സമ്മാനം പാകിസ്ഥാൻ ഇന്ത്യക്ക് എയർമെയിൽ ചെയ്ത് കൊടുത്തു. പണ്ട് എയർമെയിൽ ഉണ്ടായിരുന്നു, വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ കത്തയക്കുമ്പോൾ കവറുണ്ടായിരുന്നു. പ്രിയം കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, ഞാൻ ചെറുതിൽ കണ്ടിട്ടുണ്ട്. കവറിൻ്റെ പുറത്ത് എയർമെയിൽ എന്ന് പണ്ട് ചെയ്യും. അതായത് വിമാനം വഴി പോകുന്നതാണ്. വിമാനം വഴി കത്ത് പോകുന്നതൊക്കെ അന്ന്, ഇന്നിപ്പം നിസ്സാരമാണ്, എല്ലാം അങ്ങനെയൊക്കെയാണ് പോകുന്നത്. പണ്ട് എയർമെയിൽ എന്ന സംവിധാനം ഉണ്ടായത്. അപ്പോൾ എയർമെയിലായിട്ട് തന്നു. എന്താണെന്നറിയോ? അത് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടതാണ്. ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് പാകിസ്ഥാൻ ഒരു ചൈനീസ് വിമാനത്തിൽ നിന്ന്, ജെറ്റനോ മറ്റാണെന്ന് വിമാനത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ആ ചൈനയുടെ യുദ്ധവിമാനത്തിൽ നിന്ന് PL-15E PL-15E എന്ന് പറയുന്ന ചൈനയുടെ ഏറ്റവും ആധുനികമായ ഒരു മിസൈൽ ഇന്ത്യയിലേക്ക് അയച്ചു. ആ സാധനം നേരെ പറന്ന് വന്ന് ഇന്ത്യയിലേക്കോട്ട് വീണു. പൊട്ടിയില്ല. പൊട്ടാതെ നമുക്ക് കിട്ടി. ഇതിൻ്റെ കഥ, PL-15 എന്ന് പറയുന്ന മിസൈൽ ഏറ്റവും ആധുനികമായ മിസൈലുകളാണെന്നാണ് പറയപ്പെടുന്നത്. അത് സത്യത്തിൽ അതൊരു അമേരിക്കൻ മിസൈലിൻ്റെ കോപ്പിയാണ്. അമേരിക്കൻ മിസൈൽ ചൈന അതിൻ്റെ ടെക്നോളജി മോഷ്ടിച്ചു, എന്നിട്ട് ചൈന ഉണ്ടാക്കി. ആ സാധനം പാകിസ്ഥാൻ കൊടുത്തു. പാകിസ്ഥാൻ അത് നേരെ നമുക്ക് പാഴ്സലായിട്ട് ഇങ്ങോട്ട് അയച്ചു തന്നു. നമ്മുടെ DRDOയിലെ ശാസ്ത്രജ്ഞന്മാർ ഈ മിസൈൽ എടുത്തുകൊണ്ട് പോയി അതിൻ്റെ അലോയി, അതിൻ്റെ ഘടന, അതിൻ്റെ റഡാർ സംവിധാനം, അതിൻ്റെ ടെക്നോളജി മുഴുവൻ അങ്ങോട്ട് അഴിച്ച് പേർക്കി പഠിച്ചപ്പോൾ കണ്ടെത്തിയൊരു സാധനമുണ്ട്. അതിനകത്ത് CL-20 എന്ന് പറഞ്ഞ രാസവസ്തുവുണ്ട്. ഈ രാസവസ്തു ഇന്ധനത്തിൻ്റെ വേഗത കൂട്ടാനുള്ള കരുത്ത് 40% കൂട്ടും. അപ്പം ഈ CL-20 എന്ന് പറഞ്ഞ കെമിക്കൽ രാസപദാർത്ഥം ചേർത്താൽ അതിനകത്ത് ഉപയോഗിക്കുന്ന ഇന്ധനം കൂടുതൽ വേഗത ആർജിക്കും, കൂടുതൽ കരുത്താർജിക്കും. അപ്പം നമ്മളത് പഠിച്ചിട്ട് എന്തറിയോ? നമ്മൾ പുതിയ മിസൈലുണ്ടാക്കി അസ്ത്ര മാർക്ക് 1 എന്ന് പറയുന്ന നമ്മുടെ മിസൈൽ നമുക്കുണ്ടായിരുന്നു. അതിന് 110 കിലോമീറ്റർ ആയിരുന്നു വേഗത. അത് നമ്മൾ ഈ CL-20 ടെക്നോളജി നമ്മുടെ ഇന്ധനത്തിൽ പരീക്ഷിച്ചപ്പോൾ അതിൻ്റെ വേഗത 160 km/h തീർന്നില്ല. നമ്മളതിൻ്റെ മാർക്ക് 2 ഉണ്ടാക്കി, 240 km/h ഇനിയും തീർന്നില്ല. ഗാന്ധി എന്ന പേരിൽ നമ്മൾ അസ്ത്രയുടെ അടുത്ത വർഷം മാർക്ക് 3 ഉണ്ടാക്കുന്നു. അതിൻ്റെ വേഗത 340 km/h. അതായത് ഈ സാധനം, അവൻ ഇങ്ങോട്ട് തന്ന സാധനം നമ്മൾ റെഡിയാക്കിയെടുത്ത് നമ്മൾ അങ്ങോട്ട് വിടാൻ പോവാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ബ്രഹ്മോസ് പാകിസ്ഥാന് തരുമോ എന്ന് പാകിസ്ഥാൻ സൈനിക മേധാവി നമ്മുടെ ശാസ്ത്രജ്ഞനോട് ചോദിച്ചപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഫ്രീ ആയിട്ട് തരാം എന്ന് പറഞ്ഞതുപോലെ ഇനി ഇങ്ങോട്ട് തന്ന PL-15 പകരം നമ്മൾ അങ്ങോട്ട് ഗാന്ധീപമൊക്കെ അങ്ങ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഒരു വലിയ മാറ്റമാണ്. അപ്പോൾ ഇതിനകത്ത് സംഭവിക്കുന്നത് വെച്ചാൽ, ഇതിൻ്റെ ഈ ഏറ്റവും കരുത്തുറ്റ മിസൈലുകളിൽ ഒന്നാണ് ഈ PL-15. അത് എന്തുകൊണ്ടോ പൊട്ടിയില്ല. ചൈനയെ സംബന്ധിച്ച് ചൈനയുടെ പക്കൽ ഒരുപാട് ആയുധങ്ങളുണ്ട്. ഈ ആയുധങ്ങളൊന്നും ചൈനയ്ക്ക് ഒരിടത്തും പരീക്ഷിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ചില സാധനങ്ങളൊക്കെ ചൈന എടുത്തിട്ട് പാകിസ്ഥാൻ HQ-9 എന്ന് പറഞ്ഞ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം നമ്മൾ അടിച്ചു പൊടിച്ച് തവിടുപൊടിയെ കാണും. അവർക്ക് പരീക്ഷിക്കാൻ വേണ്ടി കൊടുത്താൽ പാകിസ്ഥാന്. പിന്നെ പാകിസ്ഥാന് കൊടുക്കുമ്പോൾ ഇത്രയൊക്കെ മതി, ഇവനിത് മതി എന്ന് പറയുന്നത് പോലെ കൊടുത്ത സാധനമാണ്. ഏതായാലും അതിൻ്റെ ടെക്നോളജി നമുക്ക് കിട്ടി. അപ്പോൾ ടെക്നോളജി എന്ന് പറയുന്നത് ഒരു ഇന്ത്യയുടെ മിസൈൽ ഗവേഷണ രംഗത്തേക്ക് ഒരു 15-20 വർഷം നമുക്ക് ലാഭിക്കാൻ പറ്റി എന്നാണ് പ്രതിരോധ രംഗത്തെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. കാരണം ഇതിനകത്ത് ഈ PL-15 എന്ന് പറയുന്നത് എയർ ടു എയർ മിസൈലാണ്. അതിൻ്റെ അലോയി, അത് നിർമ്മിച്ചിരിക്കുന്ന ലോഹസങ്കരം എന്താണെന്ന് നമുക്ക് പഠിക്കാൻ പറ്റിയിരുന്നു. അതിൻ്റെ ഒരു റഡാർ സംവിധാനം ഉണ്ട്. ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ എന്ന് പറയുന്ന റഡാർ സീക്കറുണ്ട്. അതായത് ഇത് വിക്ഷേപിക്കുന്ന സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സംവിധാനം. അതെന്താണെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ AESA എന്താണെന്ന് നമ്മൾ പഠിച്ചു. ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ, ചൈനയുടെ എക്സ്ക്ലൂസീവായിട്ട് ടെക്നോളജി എന്താണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ എന്തായി കൗണ്ടർ. അപ്പം ഇത് മനസ്സിലാക്കിയുള്ള ഗുണം എന്നറിയോ? അപ്പോൾ ഈ AESA പ്രകാരമാണ് അതിൻ്റെ സഹായത്തോടെയാണ് ഈ മിസൈൽ പറന്നു വരുന്നത്. ഇതിൻ്റെ ടെക്നോളജി പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും? ഇതിന് കൗണ്ടർ മെഷർ ഉണ്ടാക്കാൻ പറ്റും. ഇത് വരുമ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന ബദൽ ടെക്നോളജി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് നമ്മൾ ഡെവലപ്പ് ചെയ്തു DRDO. പിന്നെ എന്തുപറ്റി? പിന്നെ അതിൻ്റെ എൻജിൻ ശേഷി, നേരത്തെ പറഞ്ഞ സോളിഡ് ഫ്യൂവലാണ് ഉപയോഗിക്കുന്നത്. ആ സോളിഡ് ഫ്യൂവൽ ഉപയോഗിക്കുന്ന CL-20 എന്നുള്ള രാസവസ്തു എന്താണെന്ന് മനസ്സിലാക്കാനും അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് അമേരിക്കയ്ക്ക് മാത്രം അറിയാവുന്ന, അമേരിക്കയുടെ പക്കൽ നിന്ന് ചൈന മോഷ്ടിച്ച, എന്നിട്ട് അതുണ്ടാക്കി പാകിസ്ഥാനോട് പറഞ്ഞിട്ടില്ല, സാധനം കൊടുത്തു. അതിനകത്ത് എന്താണ് ഇപ്പോൾ പാകിസ്ഥാനെ കൊടുത്തിട്ട് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ, അത് തിരിച്ചറിയാൻ ശേഷിയുള്ളവർ വേണ്ടേ. പക്ഷെ നമുക്ക് ഈ സാധനം കിട്ടിയപ്പോൾ നമ്മളിത് മുഴുവൻ പാർട്സായിട്ട് അഴിച്ച് ഈ സാധനം മുഴുവൻ DRDOയുടെ ശാസ്ത്രജ്ഞന്മാർ പരീക്ഷിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ അങ്ങോട്ട് കൊടുത്ത ഒരു സാധനം അവർക്ക്
പഠിക്കാൻ കിട്ടിയില്ല. കാരണം നമ്മൾ ബ്രഹ്മോസ് അടിച്ചു, ബ്രഹ്മോസ് പൊട്ടി തകർന്ന് വീണ് അവൻ്റെ സാധനം എല്ലാം നശിപ്പിച്ചു. അതിൻ്റെ പാട്ടക്കഷ്ടം മാത്രമേ കിട്ടുള്ളൂ. ടെക്നോളജി, കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ മിസൈൽ എന്ന് പറഞ്ഞാൽ വെറും ഒരു വാണമല്ല, അതിനകത്ത് റഡാറുണ്ട്, അതിനകത്ത് കമ്പ്യൂട്ടർ സംവിധാനമുണ്ട്, അതിൻ്റെ ഇന്ധനമുണ്ട്, അതിൻ്റെ പ്രതിരോധ സംവിധാനം. ഇപ്പോൾ ഗൈഡഡ് മിസൈൽ എന്ന് പറഞ്ഞാൽ അവൻ ലക്ഷ്യം നോക്കി പോവുകയാണ്. അതായത് ഇപ്പോൾ എന്നെ നോക്കിയാണ് ഒരു മിസൈൽ വിടുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പൊസിഷൻ മാറി എൻ്റെ പുറകെ വരും. അപ്പോൾ അങ്ങനത്തെ മിസൈലല്ല, നേരെ നമ്മളങ്ങ് വിട്ട് കഴിഞ്ഞാൽ അവൻ നേരെ ഷൂന്ന് പോയിട്ട് അവിടെ ചെന്ന് മുട്ടുന്ന മിസൈൽ ടെക്നോളജിയൊക്കെ മാറി എന്ന് പറഞ്ഞാൽ ഒരാളെ ട്രൈസ് ചെയ്ത് പിന്നാലെ പോയി ഹിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള മിസൈൽ ടെക്നോളജിയൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഗവേഷണങ്ങൾ നടക്കുന്ന ഒരു മേഖല ഇന്നിപ്പോൾ ഡ്രോണുകളുടെ കാര്യത്തിലും മിസൈലുകളുടെ കാര്യത്തിലാണ്. അപ്പോൾ മിസൈലിനെ സംബന്ധിച്ച് ചൈന അവകാശപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച മിസൈൽ സംവിധാനങ്ങളിലൊന്നാണ്, മിസൈൽ ശേഷി കൈവരിച്ച ഒന്നാണ് ഈ PL-15E എന്നാണ് പറയുന്നത്. ആ സാധനം നമുക്ക് കിട്ടുകയും നമ്മളത് പൊളിച്ച് അതിനേക്കാളും കരുത്തുറ്റ മിസൈൽ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു നേട്ടം. അപ്പോൾ അതുകൊണ്ട് നോക്കൂ, നമുക്കിപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ, നമ്മുടെ പഹൽഗാമിൽ നമ്മുടെ ദാരുണമായ ഒരു കൂട്ടക്കൊല നടന്നതിന് ശേഷം പാകിസ്ഥാൻ വിലയ്ക്ക് വാങ്ങിച്ച ഒരു ആക്രമണമാണ്, അടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. പക്ഷെ അതിനുശേഷം സംഭവിച്ചെന്താണ്? ലോക മാർക്കറ്റിൽ ഇന്ത്യൻ ആയുധങ്ങളുടെ ക്വാളിറ്റി മെച്ചപ്പെട്ടു. നമുക്ക് ഒരുപാട് നമ്മുടെ ബ്രഹ്മോസ് എന്ന് പറയുന്ന മിസൈൽ, പിന്നെ ഈ നമ്മൾ അയൺ ഡോം എന്നൊക്കെ പറയുന്നത് ഇസ്രയേലിന് മാത്രമുള്ള വ്യോമ പ്രതിരോധ സംവിധാനമാണ്. അയൺ ഡോം ഒരു മുള്ളു പോലും അതിനകത്ത് വന്ന് വീട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇറാൻ്റെ മിസൈൽ വന്നിട്ട് അവിടെ നെതന്യാഹുവിൻ്റെ വീട്ടിൽ വരെ വന്നു വീണു. പക്ഷേ പാകിസ്ഥാൻ നമുക്ക് നേരെ 100 കണക്കിന് ഡ്രോണുകൾ അയച്ചു, വലിയ മിസൈൽ, ഡൽഹിക്ക് നേരെ മിസൈൽ അയച്ചു. ഇതൊന്നും നമ്മുടെ മണ്ണിൽ വീണില്ല. അതൊക്കെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ പറ്റി. അപ്പം നമുക്ക് ഈ പറയുന്ന ത്വാഡ് എന്ന് പറയുന്ന അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനം, അയൺ ഡോം എന്ന് പറയുന്ന ഇസ്രയേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം, ഇതിനെക്കുറിച്ചൊക്കെ പാടന്മാർ ഒരുപാട് വാഴ്ത്തി പാടുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ വെല്ലുന്ന തരത്തിലുള്ള മിന്നുന്ന പ്രകടനമാണ് ഇന്ത്യ നടത്തിയത്. നമ്മളിതൊന്നും പാടി പുകഴ്ത്താൻ പോയിട്ടില്ല. നമ്മളാകെ ഉപയോഗിച്ചത് 9 തവണയോ മറ്റോ ആണ് S-400 നമ്മൾ ചാർജ് ചെയ്തത്. റഷ്യയിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്ന S-400 നമ്മുടെ വക്കലുണ്ട്. അത് നമ്മൾ 9 തവണയാണ് ചാർജ് ചെയ്തത്. ബാക്കിയെല്ലാം നമ്മൾ ഉപയോഗിച്ചത് നമ്മുടെ സ്വന്തം ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ ആയുധങ്ങൾക്ക് ലോക വിപണിയിൽ വലിയ ശ്രദ്ധ ആകർഷിക്കാൻ പറ്റി. അതാണ് ഒന്നാമത്തെ കാര്യം. ചൈനയോ ആയുധ വിപണിയിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് പറയുന്ന ചൈനയുടെ വിമാനങ്ങൾ, ചൈനയുടെ മിസൈലുകൾ, ഇതെല്ലാം HQ-9 പോലെയുള്ള വ്യോമ പ്രതിരോധ സന്നാഹങ്ങൾ, ഇതെല്ലാം അമ്പെ നിഷ്ഫലമാണ് എന്ന് തെളിയിക്കുന്ന ഒന്നായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ മാറി. അപ്പോൾ അതിൽ ഇന്ത്യക്കുണ്ടായ ഏറ്റവും വലിയ നേട്ടമാണ് ഈ PL-5E കിട്ടിയത്. അപ്പോൾ ഇത് നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഇത് പറയേണ്ടതാണ്. കാരണം പാകിസ്ഥാൻ അങ്ങനെ വിക്ഷേപിച്ച സാധനം മെയ് മാസത്തിലാണ്, ഇപ്പോൾ നമ്മൾ ജനുവരി അവസാന ദിവസമാണ് സംസാരിക്കുന്നത്. അപ്പോഴേക്കും നമ്മൾ ഈ മിസൈലിൻ്റെ ടെക്നോളജി ഉപയോഗിച്ചിട്ട് അതിനേക്കാളും മികച്ച ഒരു സംവിധാനം, മിസൈൽ സംവിധാനം നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നുള്ള വാർത്ത യഥാർത്ഥത്തിൽ എല്ലാ പത്രങ്ങളുടെയും ഒന്നാം പുറത്ത് വരേണ്ടതും എല്ലാ മാധ്യമങ്ങളും ഏറ്റവും പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യേണ്ടതുമായ വാർത്തയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അവരൊന്നും അത് ചെയ്യുന്നില്ല. നമ്മളെപ്പോലെയുള്ള ഈ ഓൺലൈൻ മീഡിയകളൊക്കെയാണ് പലപ്പോഴും ഇത്തരം വാർത്തകൾ കണ്ടെത്തുകയും അത് അവർക്ക് കണ്ടെത്താഞ്ഞിട്ടല്ല, അവർ കാണാഞ്ഞിട്ടില്ല, പറയണ്ട എന്ന് വെച്ചിട്ടാണ്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഗുണം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് അതിൻ്റെ ക്രെഡിറ്റ് കിട്ടിയാലോ എന്ന് ഭയന്ന് പറയാതിരിക്കുന്നതാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമുക്കിത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മുടെ രാജ്യത്തിനൊപ്പമാണ്, രാജ്യത്തിൻ്റെ ഓരോ നേട്ടത്തിലും അഭിമാനിക്കുന്നവരാണ് നമ്മൾ. രാജ്യം കൂടുതൽ ഉന്നതിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത്തരം കാര്യങ്ങൾ പറയാൻ ഞങ്ങളെ ഉള്ളൂ എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ തിരിച്ചറിയണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇന്ത്യ ലൈവിൻ്റെ IND എന്നുള്ള ലോഗോയിലൊന്ന് വിരലമർത്തിയാൽ നമ്മുടെ ചാനലിൻ്റെ പേജിലേക്ക് പോകാം. സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടണിൽ അമർത്തിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. തൊട്ടുപുറത്തുള്ള ബെൽ ഐക്കണും അമർത്താൻ മറക്കാതിരിക്കുക.